അയച്ചു നമ്മൾ വളർന്നിടേണം. അക്ഷരത്തേൻകണം അറിവിന്റെ തേൻകണം അവിടുന്നു നമ്മൾ നുകർന്നിടേണം. വായിക്കണം നമ്മൾ വായിക്കണം, വായിച്ചു നമ്മൾ വളർന്നിടേണം. പുസ്തക ചങ്ങാതി കൂടെയുണ്ടാവണം. Living their lives, enjoying their life. They have no time to think about them. They have no time to worry about them. They are behind money. They are being greedy. But who knows? But who cares? We came to the world empty-handed and will go empty-handed. Life is precious. Nature is precious. Spend time with nature. Conserve the resources of nature, or else disaster may reign over you. Try to save it. Try to get it. Thank you. അമ്മ എപ്പോഴാണ് വരുന്നത്? നിങ്ങളുടെ അമ്മ എപ്പോഴാണ് ഉറങ്ങാൻ കിടക്കുന്നത്? നിങ്ങൾക്ക് തരുന്ന എല്ലാ ഭക്ഷണവും നിങ്ങളുടെ അമ്മയും കഴിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് തരുന്ന എല്ലാ വസ്ത്രങ്ങളും, അല്ലെങ്കിൽ അത്രയും വില കൂടിയ വസ്ത്രങ്ങൾ നിങ്ങളുടെ അമ്മ, ഞാൻ ഈ പറയുന്ന അമ്മ എന്നുള്ള ഒരു ഒറ്റ വാക്കിൽ മാത്രമല്ല, നിങ്ങളുടെ അയൽവക്കം, നിങ്ങളുടെ കൂട്ട ഇങ്ങനെ ഒട്ടിയിരിക്കുന്നില്ലേ? കെട്ടിപ്പിടിച്ചിട്ടില്ലെങ്കിലും ഉപ്പിലിട്ട നെല്ലിക്ക തുപ്പലും കുട്ടി മാറി മാറി തിന്നുന്ന ഒരു സ്കൂൾ പേരുകൾ ഇങ്ങനെ എഴുതിയിട്ട് നറുക്കെടുത്തു. അമ്മയും ഒന്നെടുത്തു, അച്ഛനും ഒന്നെടുത്തു. അതിൽ പരം ഒരു സമത്വം ഈ ലോകത്ത് മറ്റെന്താണ് നമുക്ക് പറഞ്ഞു തരാൻ കഴിയുക? അച്ഛന്റെ ഇഷ്ടത്തിന് മാത്രമല്ല, അമ്മയുടെ ഇഷ്ടത്തിന് മാത്രമല്ല, അച്ഛന്റെ ഒരു ഇഷ്ടവും അമ്മയുടെ ഒരു ഇഷ്ടവും കൂടി ചേർത്ത് വെച്ചുകൊണ്ട് വെളുത്ത കടലാസിൽ കറുത്തക്ഷരങ്ങൾ കൊണ്ട് എഴുതി വെച്ചതിനെ അവർ തുറന്നു വായിച്ചപ്പോൾ ഒന്നിൽ ആകാശമെന്നും മറ്റൊന്നിൽ മിഠായി എന്നും കിട്ടി. അവരതിനെ ചേർത്ത് വെച്ച് തങ്ങൾക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ നെട്ടി വിളിച്ചു ആകാശ മിഠായി എന്ന്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പ്രേമലേഖനം എന്ന നോവൽ വായിക്കുമ്പോൾ അതിൽ സാറാമ്മയും കേശവൻ നായരും തങ്ങൾക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനിടാൻ വേണ്ടി കരുതി വെക്കുന്ന ആകാശമിഠായി എന്ന മധുരമനോഹരമായ ഒരു പേരിനോളം ഈ ലോകത്ത് മതേതരത്വവും ജനാധിപത്യവും നിലനിൽക്കണമെന്ന് ഇതിലും നിസ്സാരമായി, ഇതിലും ലളിതമായി ഒരു മനുഷ്യൻ എങ്ങനെയാണ് പറഞ്ഞു തരാൻ കഴിയുക? ഇതിലും മനോഹരമായി എങ്ങനെയാണ് നമുക്കതിനെ ഹൃദയഞരമ്പിൽ ഭ്രൂണമായി ചേർത്ത് വികസിപ്പിച്ചെടുക്കുവാൻ കഴിയുക? തീർച്ചയായും ആ വികസനത്തിന്റെ പാതയിൽ നാളുകളിലെ ഏറ്റവും വലിയ ഡങ്ക് ഹോകളും ചക്കോസ്കികളും കിഡിലോസ്കികളുമായി മാറാൻ നിങ്ങൾക്ക് കഴിയട്ടെ. എന്റെ കാഴ്ചപ്പാടിൽ ഇത് ന്യൂ ജനറേഷൻ ഒന്നുമല്ല, ഇത് ഇൻസ്റ്റാ ജനറേഷൻ കാലമാണ്, അല്ലേ? ഇൻസ്റ്റാ